ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ റാങ്ക് ഫയൽ പഠിക്കുക? റാങ്ക് ഫയൽ പഠിച്ചിട്ട് ശരിയാവുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക? ഞാൻ ഫസ്റ്റത്തെ വീഡിയോ ക്ലാസ് ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്തൊക്കെ വീഡിയോ ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. നോട്ട്സ് ഉണ്ടാക്കാനാണ് ശ്രമിച്ചിരുന്നത്. അത് വെച്ചിട്ടാണ് പിന്നെ പഠനം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഒരുപാട് പേര് ചോദിച്ചു എങ്ങനെ നോട്ട്സ് ഉണ്ടാക്കുക? അതിന് ടൈം റെഡി ആവുന്നില്ല. ടൈം ഭയങ്കര കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ നമുക്ക് പഠനം ശരിക്കും നടക്കുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യം തന്നെ പറഞ്ഞു വെക്കാനുള്ള കാര്യം, ഞാനെപ്പോഴും ആ ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഭയങ്കര അടിപൊളിയാണ്, അല്ലെങ്കിൽ എൻ്റെ പഠനം കറക്റ്റ് രീതിയിലാണ് പോണത് എന്നൊന്നും ഞാൻ ഇവിടെ പറയണില്ല കേട്ടോ. ഞാനിപ്പോൾ ആ പ്രോസസ്സിലൂടെ തന്നെ കടന്നു പോകുന്നതുകൊണ്ട് ഞാനിപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് പഠിക്കുക എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. PSCയെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എപ്പോഴും ഞാൻ. അപ്പോൾ PSCയുടെ സൈക്കോളജി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കും ചില സമയത്തുകൾ തെറ്റുകൾ പറ്റാം. അപ്പം ഞാൻ ആ തെറ്റുകളിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആപ്റ്റായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഡിസിഷനാണ്. അപ്പോൾ ഞാൻ ഇപ്പം വീഡിയോസിൽ ഇങ്ങനെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തത് അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് പഠിച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങളത് അതുതന്നെ ചെയ്യണം എന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് റാങ്ക് ഫയലാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം. പിന്നെ എനിക്ക് റാങ്ക് ഫയൽ യൂസ് ചെയ്ത ശീലം ആദ്യം തന്നെ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു പരിപാടിയിലേക്ക് നിൽക്കാഞ്ഞത്. ഞാൻ മുൻപ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു 3.5 മാസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പഠിക്കാൻ ടൈം. അപ്പോൾ ആ സമയത്ത് ഒരു റാങ്ക് ഫയൽ മൊത്തം ഇരുന്ന് വായിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് റാങ്ക് ഫയലിലേക്ക് ഞാൻ ഫോക്കസ് കൊടുക്കാഞ്ഞത്. എന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിങ്ങനെ ഒരാൾ എന്നോട് കാര്യങ്ങൾ അല്ലെങ്കിൽ കഥയൊക്കെ പറഞ്ഞു തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ക്ലാസ് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അതല്ലേ നല്ലത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ ക്ലാസ് കണ്ടുപിടിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഓക്കെ. അപ്പം ഓക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ 2 രീതിയിലാണ് വിചാരിക്കുന്നത്. എങ്ങനെ ഷോർട്ട് നോട്ട് തയ്യാറാക്കി ഞാൻ പഠിച്ചതെന്നും എങ്ങനെയാണ് റാങ്ക് ഫയൽ യൂസ് ചെയ്ത് ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതും, ഇങ്ങനെ 2 രീതിയിലാണ് കേട്ടോ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയണത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ രീതി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇതൊന്നും യൂസ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് രീതിയിലാണ് പോകുന്നത് ആ രീതിയിൽ തന്നെ പോയിക്കോട്ടെ. ഓക്കെ. ഇവിടെ നമുക്ക് ലക്ഷ്യം മാത്രമാണ് പ്രധാനം. അല്ലാതെ ഏത് വഴി കൂടെ പോയി ഞാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇന്ന യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ മാറ്റർ ചെയ്യണില്ല. PSCക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം മാത്രം മതി. അതിനിപ്പോൾ ഏത് മെത്തേഡ് ഫോളോ ചെയ്തതിലും ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പം ഓക്കെ, ഞാൻ എങ്ങനെയാണ് ഷോർട്ട് നോട്ട് തയ്യാറാക്കി പഠിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഫസ്റ്റ് പറയാം. ഞാൻ ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആസ്ഥ അക്കാഡമിയുടെ ക്ലാസ്സുകളാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹാജസ് PSC ആണ് ഞാൻ സയൻസ് വിഷയങ്ങളിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പം ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയത് സാറിൻ്റെ ആസ്ഥയിൽ അജിത് സാറിൻ്റെ ക്ലാസ് ഞാനിങ്ങനെ കേൾക്കും, യൂട്യൂബിൽ ക്ലാസ് ഇരുന്ന് കേൾക്കും. ക്ലാസ് കേട്ടിട്ട് ഞാൻ അപ്പം ഇങ്ങനെ നോട്ട്സ് എഴുതിയെടുക്കും. ഓക്കെ. കൃത്യമായ പോയിന്റ്സ് അങ്ങനെയല്ല ഞാൻ പറയണത്, ഇങ്ങനെ ഹൈഫോണൊക്കെ ഇട്ട് എനിക്ക്, അതായത് ഒരു തവണയും കൂടി ഞാൻ വായിച്ചത് എനിക്ക് മനസ്സിലാവും എന്നുള്ള രീതിയിൽ, എനിക്ക് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ മാത്രം, വേറെ ആൾക്ക് അവിടെ മനസ്സിലാവണം എന്നുള്ള യാതൊരു നിർബന്ധം എനിക്കില്ല. എനിക്ക് മാത്രം മനസ്സിലായാൽ മതി എന്നുള്ള മട്ടിൽ ഞാൻ എഴുതി അങ്ങ് വെക്കും. ഓക്കെ. ഒരു ഹൈഫണൊക്കെ ഇട്ട്, അല്ലെങ്കിൽ കുത്തും കോമയൊക്കെ ഇട്ട്, അല്ലെങ്കിൽ ചിത്രമൊക്കെ വരച്ച് അങ്ങനെയൊക്കെ രീതിയിലൊക്കെ ഞാൻ എഴുതി വെക്കും. അപ്പം അങ്ങനെ ഹൈലൈറ്റർ പെന്നൊക്കെ വെച്ച് മാർക്ക് ചെയ്തിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ അട്രാക്റ്റീവായി, അത് വീണ്ടും നമുക്ക് ഈ ബുക്ക് തുറക്കുന്ന സമയത്ത് ഒരു അതിലേക്ക് കണ്ണെടുക്കാതെ നോക്കാൻ പറ്റണമല്ലോ. അതിനൊക്കെ വേണ്ടി ഇങ്ങനെയൊക്കെ എന്തൊക്കെ മാർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഞാനങ്ങനെ നോട്ടൊക്കെ എഴുതി വയ്ക്കും. നോട്ട് എഴുതി വെച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്ന കാര്യം, വീണ്ടും ആ ക്ലാസ് ഇരുന്ന് കേൾക്കും. അപ്പോൾ ഈ ക്ലാസ് ഇരുന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു തവണ എഴുതി. വീണ്ടും നമ്മൾ ആ ക്ലാസ് കേൾക്കണം. ആ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഞാൻ എഴുതിയ കാര്യങ്ങളും കൂടി അങ്ങനെ പരിശോധിച്ച് പോകും. സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ എഴുതിയിട്ടില്ലേ? പിന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെയല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത് 2 തവണ, അതായത് ഓൾറെഡി ഒരു തവണ കേട്ടു, രണ്ടാമത്തെ തവണയും കേട്ടു, മീൻസ് പിന്നെ വേറെ കാര്യം നമ്മൾ ഓൾറെഡി എഴുതി. അതായത് കേൾക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം എഴുത്തും നടക്കുന്നുണ്ട്. ഇത്ര കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമ്മളുടെ പഠനം സെറ്റായി. മീൻസ് നമ്മൾ പഠിക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. പഠിച്ചു. ഓക്കെ. നമ്മൾ ഇനി ഇപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് വീണ്ടും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. കാരണം കഥ പോലെയായിരിക്കും നിങ്ങൾക്ക് അധിക ക്ലാസ്സുകളും ഉണ്ടാവുക. അതായത് നിങ്ങൾ കാണുന്ന അധികം ഓൺലൈൻ ക്ലാസ്സുകളും അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സുകളും കഥ പോലിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം എഴുതാനുള്ള അറിവ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇത്ര ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം പൂർത്തിയായി. ഇനി നിങ്ങൾ റിവിഷനാണ് ചെയ്യേണ്ടത്. റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സ് തന്നെ. നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യുന്നു, എന്നിട്ട് ഇങ്ങനെ നോട്ട്ബുക്ക് എടുത്ത് ഇങ്ങനെ നോക്കുന്നു. ക്ലാസ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ നോട്ട്സ് എടുത്ത് നോക്കുക. അപ്പോൾ
ഏകദേശം എല്ലാം സെറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ ഇത്ര മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ടൈം നല്ലോണം എടുക്കും. ഒരുപാട് ടൈം എടുക്കും നമുക്ക് എഴുതിയെടുക്കാനും. അതുപോലെ തന്നെ ഇതിങ്ങനെ ആം, ഒരു രണ്ടാമത്തെ തവണ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ടൈം എടുക്കും. പക്ഷേ എന്താണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് റിവൈസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഭയങ്കര സിമ്പിളാവും നമ്മളിങ്ങനെ റിവിഷൻ എന്നുള്ളൊരു പ്രോസസ്സ്. ലൈക്ക് റിവിഷൻ എളുപ്പം എന്ന് പറയുമ്പോൾ നമ്മളൊരു നോട്ടല്ലേ എഴുതുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ തപ്പിപ്പോണ്ട. അയ്യോ ഈ ടോപ്പിക് എവിടെ, ഈ ക്വസ്റ്റ്യൻ എവിടെ, അങ്ങനെ ലൈക്ക് ഈ ഒരു പോയിന്റ് എവിടെ എന്നുള്ള കാര്യം നമുക്ക് തപ്പിപ്പോണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഷോർട്ട് നോട്ടുകൾ ഷോർട്ട് നോട്ട് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ നോട്ട്സ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് റാങ്ക് ഫയൽ എങ്ങനെ പഠിക്കാം. ഇപ്പോഴും ഞാൻ ഇങ്ങനെ ആ ഒരു പഠനത്തിൽ, ആ ഒരു ഗവേഷണത്തിലാണ് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ പഠിക്കുന്ന രീതി ചിലപ്പോൾ യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. എനിക്കിപ്പോൾ അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു രീതിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം ഞാൻ റാങ്ക് ഫയൽ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പിക് പഠിക്കുന്ന സമയത്ത് ഓക്കെ. ഇപ്പം ഒന്നാം പഞ്ചവത്സര പദ്ധതി അതാണ് ടോപ്പിക്ക്. ഈ ടോപ്പിക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് റാങ്ക് ഫയൽ ഒന്ന് വായിക്കും. ഓക്കെ. വായിക്കുക ഇൻ ദ സെൻസ് ഞാൻ ഫുൾ ഇരുന്ന് കാണാതെ ഇരുന്ന് പഠിക്കുക എന്നുള്ള സംഭവം എനിക്ക് കാണാതെ ഇരുന്ന് പഠിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഓക്കെ. എനിക്ക് അതിനുള്ളൊരു കഴിവ് ദൈവം തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ വെറുതെ ഒന്ന് നോക്കും. എവിടേക്കാണ് എന്തൊക്കെ പോയിന്റ്സാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നോക്കും. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലാസ് ഇരുന്ന് കാണും. ഓക്കെ. ഞാൻ വീഡിയോ ക്ലാസ് ഇരുന്ന് കാണുമ്പം എനിക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. എന്നിട്ട് ആ വീഡിയോ ക്ലാസ്സിൽ വീഡിയോ ക്ലാസ്സിൽ പറയുന്നതും എന്നാൽ റാങ്ക് ഫയൽ ഇല്ലാത്തതുമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ല. ഓഫ് കോഴ്സ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം ഒരു A4 ഷീറ്റ് എടുക്കുക, പകുതി കീറുക. എന്നിട്ട് അതിന് ശേഷം അതിലിങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ഇങ്ങനെ എഴുതി വെക്കുക. ഓക്കെ. അപ്പോൾ റാങ്ക് ഫയലുള്ള പോയിന്റ്സ് നമുക്ക് കിട്ടി. ക്ലാസ്സിലുള്ള പോയിന്റ്സ് കിട്ടി. ആ ക്ലാസ്സിലുള്ള പോയിന്റ്സ് നമ്മുടെ ബുക്കിലൊക്കെ എഴുതി വെച്ചു. അപ്പം നമുക്ക് അത്യാവശ്യം അതായത് എല്ലാ ഭാഗങ്ങളും കിട്ടി. ഓക്കെ. നമുക്ക് ടോപ്പിക് മൊത്തത്തിൽ നമ്മളുടെ കവർ ചെയ്ത് കഴിഞ്ഞു. അതാണ് ആ രീതിയിലാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് പഠിക്കാനുള്ള ടോപ്പിക്കും കിട്ടി, എന്നാൽ കഥയും കിട്ടി. അപ്പോൾ നമുക്ക് ഏകദേശം നല്ല രീതിയിൽ പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടാകും. ഓക്കെ. പിന്നെ ഞാൻ എന്തുകൊണ്ട് എപ്പോഴും വീഡിയോ ക്ലാസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സംഭവം ഞാൻ പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ റാങ്ക് ഫയൽ കാണാതിരുന്ന് വായിച്ച് പഠിക്കുക, അല്ലെങ്കിൽ ഒരു തവണ വായിക്കുമ്പോഴേക്കും അത് കാണാതെ മനസ്സിലാക്കാനുള്ള അതിങ്ങനെ ബൈ ഹാർട്ടായിട്ട് പഠിക്കുക എന്നുള്ളൊരു കപ്പാസിറ്റി എനിക്ക് തീരെയില്ല. ഓക്കെ. അത് എത്ര ശ്രമിച്ചാലും എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്തൊരു കഴിവാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ക്ലാസ് കാണുക എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു കഥ പോലെ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ എനിക്കിഷ്ടമാണ്. ഇപ്പം ഒരാളെന്നോട് ഒരു കഥ പറഞ്ഞു തരും, ഞാൻ എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് കേൾക്കും. പക്ഷെ ഞാനായിട്ട് ഇരുന്ന് വായിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്പോൾ എനിക്ക് യൂസ്ഫുള്ളായ ടെക്നിക്ക് ഇതാണ്. പിന്നെ എനിക്ക് ഈ റാങ്ക് ഫയലിലും വീഡിയോ ക്ലാസ്സിലും മനസ്സിലായ ഒരു മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റാങ്ക് ഫയൽ ആകുമ്പം അതിൽ ചിലപ്പം അവർ മാക്സിമം പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെയുള്ള പോയിന്റ്സ് വന്നിട്ട് ഇങ്ങനെ എഴുതി വെക്കും. പക്ഷേ അത് ചിലപ്പോൾ ഒരു ഓർഡറിലാവില്ല. എന്താണ് നമുക്ക് അതിൽ നടന്ന കഥ എന്നുള്ളത് ക്ലിയർ ആയിട്ട് ആ റാങ്ക് ഫയൽ വായിക്കുമ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം റാങ്ക് ഫയലിൻ്റെ ഉദ്ദേശം മാക്സിമം കണ്ടന്റ് കിട്ടുക, മാക്സിമം പോയിന്റ്സ് അതിൽ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നമ്മൾ കഥ മൊത്തം മനസ്സിലാക്കുക എന്നുള്ളത് റാങ്ക് ഫയലിൻ്റെ ഒരു ഉദ്ദേശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക്. ഓക്കെ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. റാങ്ക് ഫയലിൽ നമ്മൾ കൃത്യമായിട്ട് കഥ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു വീഡിയോ ക്ലാസ് എന്ന് പറയുമ്പോൾ അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വീഡിയോ ക്ലാസ്സിൻ്റെ ഉദ്ദേശം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ് അവിടെ സംഭവിച്ചത്? ആ കഥ കേട്ടിട്ടെങ്കിലും നമുക്ക് അവിടെ ചെന്നിട്ട് ഒരു എക്സാം ഹാളിൽ ചെന്നിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഒരു വീഡിയോ ക്ലാസ്സിൻ്റെ ഉദ്ദേശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ടീച്ചേഴ്സ് മാക്സിമം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ ഇടയിൽ ഫസ്റ്റ് ഞാനൊരു ഓർഡറിലല്ല ഇങ്ങനെ പറയണത്. ഫസ്റ്റ് ഞാൻ ഷോർട്ട് നോട്ടിൻ്റെ കാര്യം പറഞ്ഞു, എന്നിട്ട് അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു, പിന്നെ റാങ്ക് ഫയലിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ അതെങ്ങനെ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഓർഡറിലല്ലേ പറഞ്ഞത്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഞാൻ ഫസ്റ്റ് റാങ്ക് ഫയൽ എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഷോർട്ട് നോട്ട് എങ്ങനെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം ഷോർട്ട് നോട്ട് എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം റാങ്ക് ഫയൽ ഈ രീതിയിലാണ് കേട്ടോ പഠിക്കേണ്ടത്. അങ്ങനെ വേറൊരു മെത്തേഡ് പറഞ്ഞു. അത് മൊത്തത്തിലൊരു ഒരു 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 ലൈക്ക് നിങ്ങൾക്കൊരു മനസ്സിലാവില്ല ഞാൻ എന്താണ് ഈ ഉദ്ദേശിക്കണേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഫുള്ളായിട്ടൊരു ക്ലാരിറ്റി കിട്ടാനുള്ള സാധ്യത ഉണ്ടാവില്ല. എന്നാൽ ഞാനിപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെയാണ് ഈ ഒരു ഓർഡറിലാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ഓർഡർ കിട്ടും. ആ ഒരു ഓർഡർ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കഥ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊന്നും മനസ്സിലായല്ലോ അല്ലേ? അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആവും നിങ്ങളുടെ പഠനം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ പറയട്ടെ, ഞാനും ഇങ്ങനെ സ്റ്റിൽ ഈ ഒരു ലേണിംഗ് പ്രോസസ്സിലാണ്. അപ്പം ചിലപ്പോൾ എൻ്റെ ഭാഗത്തും തെറ്റുകളുണ്ടാവും, ചിലപ്പം ശരികൾ നിങ്ങളുടെ ഭാഗത്തിരിക്കും കൂടുതൽ. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ എന്നെ തിരുത്താം. ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നുള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടെന്നേ ഉള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ എങ്ങനെയുണ്ട് പഠനമൊക്കെ? നല്ല രീതിയിൽ തന്നെ പോകുന്നില്ലേ? നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് എടുക്കുക.
ബാക്കിയൊന്നും നമ്മുടെ കയ്യിലില്ല. 100% നമ്മളുടെ ഭാഗത്തു നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാമല്ലോ, എൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളതൊന്നും നമ്മുടെ കയ്യിലല്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കാമല്ലോ. നമ്മളുടെ 100% കൊടുക്കുക, അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. പിന്നെ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്കും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.